ശബരിമലയിൽ യുവതികൾക്കും പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജെൻഡർ ഈക്വാലിറ്റി മുറുകെ പിടിക്കുന്ന ഒരു വിധി ഇന്ത്യയുടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് 2018 സെപ്റ്റംബർ 28-നാണ്. ആ സെപ്റ്റംബർ 28-ന് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചതിന് ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള പുകിലെന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. യഥാർത്ഥത്തിൽ ആദ്യമേ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ സ്വാഗതം ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അവരൊക്കെ മലക്കം പറഞ്ഞു. അപ്പോൾ അതിനെ എക്കാലത്തും എതിർത്തിരുന്നത് യഥാർത്ഥത്തിൽ NSS ആണ്. NSS നാമജപ ഘോഷയാത്ര നടത്തിക്കൊണ്ട് മുന്നോട്ട് വരികയും അതൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ കിട്ടുന്നു എന്നുള്ള തോന്നൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഒരു മലക്കം പറച്ചിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തിയത്. അപ്പോൾ അതിലേക്കെല്ലാം ഞാൻ വിശദമായി വരാം. അതിനു മുമ്പ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അല്ലെങ്കിൽ പൊതുവെ പ്രതിപക്ഷ പാർട്ടികളും ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിമലയുടെ കാര്യത്തിൽ CPM-ൻ്റെ നിലപാട് എന്താണ്, നിലപാട് മാറിയോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ നിലപാടിൽ ഒരു അയവുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഏറ്റവും ആദ്യം CPM ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, പിണറായി വിജയൻ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പോഴാണ് 2018 സെപ്റ്റംബർ 28-ന് ഈ വിധി ഉണ്ടാകുന്നത്. വിധി ഉണ്ടാകുമ്പോൾ ഒരു ഗവൺമെൻറ് ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആരാണെങ്കിലും ശരി തന്നെ, കാരണം സുപ്രീം കോടതി വിധിയെ പാലിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM അതിനെ സർവാത്മന സ്വാഗതം ചെയ്തു. പക്ഷേ CPM-ൻ്റെ നിലപാട് മാറിയോ എന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ കളിയാക്കാൻ പോകുന്ന ആളുകൾ എനിക്ക് മറ്റു ചില ചോദ്യങ്ങൾ കൂടി മറുപടി തരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമില്ലാതെ തന്നെ 48 മണിക്കൂറിനകം നിലപാട് മാറ്റിയവരാണ് മറ്റെല്ലാ പാർട്ടികളും. ഇത്തരത്തിലുള്ളൊരു വിധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ യുവതീ പ്രവേശനം വേണം എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയതാണ് നമുക്കെല്ലാം അറിയുന്ന രാജഗോപാൽ എന്ന് പറയുന്ന BJP-യുടെ നേതാവ്. വിധി വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ അതിനെല്ലാവരും തന്നെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസും അതുപോലെ തന്നെ ഈ പറയുന്ന BJP-യിലെ K. സുരേന്ദ്രനും അടക്കമുള്ള നിരവധി ആളുകൾ ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആർക്കും തന്നെ ഇതിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി യുവതീ പ്രവേശനം വേണമെന്ന് പറയുന്ന നിലപാടെടുത്തു, BJP എടുത്തു, സംഘപരിവാർ എടുത്തു, RSS എടുത്തു, എല്ലാവരും തന്നെ അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം നമുക്കറിയാം NSS ഒക്കെ ഒരു നാമജപ ഘോഷയാത്ര പ്രഖ്യാപിക്കുകയും ആ ഘോഷയാത്രയിലേക്ക് ഏതാണ്ട് ആളുകൾ കൂടുന്നു എന്ന് പറയുന്ന തോന്നലുണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും 48 ദിവസം കൊണ്ട് കാരണം പറയുകയും അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയും ഇത് ഞങ്ങൾക്ക് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ് പക്ഷെ തിരക്ക് പിടിച്ച് നടത്തേണ്ടതില്ല എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ നിലപാടുകളിൽ മാറ്റമില്ലാതിരുന്നൊരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം CPM പോലും പിന്നീട് നിർബന്ധം പിടിച്ചത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, കാരണം അത് ഇലക്ഷനിലൊക്കെ വലിയ തിരിച്ചടിയാണ് എന്ന് പറയുന്നൊരു തോന്നൽ 2019 ഇലക്ഷനോടുകൂടി ഉണ്ടായി. അതുകൊണ്ട് നിർബന്ധം പിടിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് പോയില്ല. പകരം എന്ത് ചെയ്തില്ല, അവിടെ സ്ത്രീകളെ കയറ്റുന്ന പരിപാടിയും നടത്തിയില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തുല്യതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നു, ജനങ്ങളെല്ലാം അത് ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിധി വന്നപ്പോൾ ഉടനെ തന്നെ ഇതിനെല്ലാം അനുകൂലിച്ചു. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ടത് ഓൾ ഇന്ത്യ ലെവൽ ബേസിസിൽ ഇപ്പോഴും RSS-ഉം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ ഇതിനെ അനുകൂലിക്കുകയാണെന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് RSS-ൻ്റെയൊക്കെ സർസംഘചാലകിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഭയ്യ ജോഷിയെ പോലെയുള്ള സെക്രട്ടറിമാരുമൊക്കെ ഇതിനെ വളരെ വെഹമൻ്റ്ലി വളരെ ശക്തിയുക്തം അനുകൂലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്, ഈ സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെതിരെ ചില ആളുകൾ നിലപാടെടുക്കുകയും ആ നിലപാടെടുത്തപ്പോൾ തന്നെ അതിനോടൊപ്പം ആളുകൾ കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ചൂടുമാറ്റിയത്. രാഷ്ട്രീയ പാർട്ടികൾ ചൂടുമാറ്റിയെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് മുതൽ റിപ്പോർട്ടർ പോലെയുള്ള എല്ലാ മാധ്യമങ്ങളും തന്നെ വളരെ ശക്തിയുക്തം ഇത്തരത്തിൽ തുല്യത വേണം, സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞു നിന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ശ്രദ്ധിച്ചത് ഒരാഴ്ച കഴിഞ്ഞ് റേറ്റിംഗ് വന്നപ്പോഴാണ്. കാരണം ഇതിനെതിരെ നിലപാടെടുക്കുന്ന ജനം TV-യുടെ റേറ്റിംഗ് കൂടുകയും ജനം TV ഏതാണ്ട് ഏഷ്യാനെറ്റിന് തൊട്ട് പുറകിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുകയൊക്കെ ചെയ്തു. അത് കണ്ടപ്പോൾ ഇവരൊക്കെ ഞെട്ടി, കാരണം എല്ലാറ്റിനും മുഖ്യം ജനങ്ങളുടെ പിന്തുണയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരും യഥാർത്ഥത്തിൽ പതുക്കെ ഇതിൽ നിന്ന് നിലപാടുകൾ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നിലപാട് മാറ്റിയ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്നത്. പക്ഷേ CPM ഇപ്പോഴും നിലപാട് മാറ്റിയെന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം അവരുടെ പ്രവർത്തികളിൽ നിന്ന് തന്നെ നിലപാടുകൾ മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കാരണം അതൊരു കൈ തൊട്ടാൽ പൊള്ളുന്ന വിഷയമായി മാറി. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ഒരു നേതാവ് പോലും ശബരിമലയിൽ യുവതീ പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ,
അത് ഇപ്പം കഴിഞ്ഞ ദിവസം വിജയരാഘവൻ പറഞ്ഞു, വിശ്വാസികളുടെ കൂടി കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ മെസ്സേജ് വളരെ ക്ലിയറാണ്. മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ് എന്നുള്ളത് ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ നിലപാട് മാറ്റിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഇന്ന് ഒരുപക്ഷെ ഈ വീഡിയോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് രാവിലെയാണ്, വീഡിയോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുപ്രീം കോടതി ഇത് പരിഗണിച്ചിട്ടുണ്ടാവും. സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്തിൻ്റെ ബെഞ്ച് ഇത് പരിഗണിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് പരിഗണിച്ചാൽ പോലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം ഒരു 7 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചതാണ്. അതുകൊണ്ട് ഇനി ഒരു 9 അംഗ ഭരണഘടനാ ബെഞ്ചാണ് പരിശോധിക്കേണ്ടത് ശബരിമലയുടെ മാത്രം വിഷയമല്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് മാത്രം 60-ലധികം ഹർജികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കൂടാതെ തന്നെ മറ്റ് മതവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ നിരവധി വിഷയങ്ങൾ കൂടിയുണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ ബെഞ്ച് സ്ഥാപിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. കാരണം പണ്ട് സ്ഥാപിച്ചിട്ടുള്ള 9 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് യഥാർത്ഥത്തിൽ സൂര്യകാന്ത് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും തന്നെ റിട്ടയർഡ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ബെഞ്ച് വരും, പരിഗണിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യമുള്ളത്. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അഫിഡവിറ്റ് കൊടുക്കുകയും ഗവൺമെൻറ് നിലപാട് പറയണം എന്ന് പറയുന്ന കാര്യമൊക്കെ ആളുകൾ, പ്രതിപക്ഷം തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടാവും. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ വികാരമായി മാറിയാൽ ഞങ്ങൾ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ എളുപ്പത്തിന് ജയിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇടതുപക്ഷത്തിനുണ്ട്, പിണറായി വിജയനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മിക്കവാറും ഒരു ഡേറ്റ് വരിക. ആ ഡേറ്റിലായിരിക്കും ഗവൺമെൻറ്റിനോട് ചിലപ്പോൾ ഒരു അനുവാദമോ അല്ലെങ്കിൽ അഫിഡവിറ്റ് തിരുത്താനോ ഒക്കെയുള്ള സമയം പോലും ചോദിക്കുന്നുണ്ടാവുക. അതിന് മുമ്പൊന്നും ഇതിൻ്റെ ഒരു ആവശ്യവും വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ വളരെ നിശിതമായി ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും CPM നിലപാട് മാറ്റിയില്ല എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, 48 മണിക്കൂറിനകം നിലപാട് മാറ്റിയ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കൂടാതെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ KC വേണുഗോപാലും മറ്റ് VD സതീശനും അടക്കമുള്ള നിരവധി പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ ഒന്ന് പറയൂ, നിലപാട് മാറ്റിയിട്ടില്ലേ, പറയൂ എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവരുടെ നിലപാട് എന്താണ്? ഇവർ തുല്യതയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കേണ്ട ആളുകളല്ലേ? ഒരു ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി നിലപാടെടുക്കേണ്ട ആളുകളല്ലേ? അല്ലെങ്കിൽ കേരളീയ സമൂഹത്തെ പുറകോട്ട് നടത്തേണ്ട ആളുകളാണോ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? കേരളീയ സമൂഹം എങ്ങനെയാണ് പുറകോട്ട് നടന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ടേ? RSSും സംഘപരിവാറും അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ അഴിച്ചുവിട്ടിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ പ്രചരണത്തിൽ കുടുങ്ങി യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം വരികയും പലപ്പോഴും ഈ പറയുന്ന പോലെ വളരെ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയും വലിയ തോതിൽ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയത് എങ്ങനെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കണ്ടേ? അതിൻ്റെ ഏറ്റവും ഒടുവിൽ മാറാൻ പോകുന്നവരെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ, നീതിയാണോ എന്നുള്ളത് കേൾക്കുന്ന പ്രേക്ഷകരെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണ്ടേ? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ജനതയ്ക്കെതിരെ പൂർണ്ണമായിട്ടും നിലപാടെടുക്കുക എന്ന് പറയുന്നത് CPMനെ കൊണ്ടുപോലും ഇപ്പോൾ സാധിക്കുന്നൊരു കാര്യമല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതിൽ നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, നേരത്തെയൊക്കെ ജനങ്ങളെ നയിക്കുന്നവരാണ് നേതാവെന്ന് അറിയപ്പെട്ടിരുന്നത്. ജനങ്ങളുടെ തെറ്റായ ചിന്താഗതികൾക്കെതിരെ നിലപാടുകൾ എടുക്കുകയും അതിൽ അവർ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അങ്ങനെ ജനങ്ങളെ നയിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു നേതാക്കളെങ്കിൽ ഇപ്പം നമ്മുടെ നേതാക്കൾ ജനങ്ങൾക്ക് അനുകൂലമായ, ജനങ്ങൾ ഏത് സൈഡിൽ നിൽക്കുന്നു ആ സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന, വെറും ഈ പറയുന്ന പോലെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ മാത്രമായി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു വാസ്തവമാണ്. യഥാർത്ഥത്തിൽ ഇത് കേരളീയ രാഷ്ട്രീയത്തിനും കേരളീയത്തിൻ്റെ ധാർമ്മിക ബോധ്യങ്ങൾക്കും കേരളീയത്തിൻ്റെ മതപരമായ വിശ്വാസങ്ങൾക്കുമൊക്കെ തന്നെ ഒരു തിരിച്ചുപോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ മൂല്യച്യുതിയാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇത്തരത്തിൽ ഈക്വാലിറ്റിക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ചില വനിതാ മാധ്യമ പ്രവർത്തകർ പോലും ഇരുന്ന് വാശിയോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യം, ഈ CPM അതിൻ്റെ നിലപാട് പറ, CPM എന്ത് ചെയ്യൂ, അതിൻ്റെ നിലപാട് പറയൂ, എന്നിട്ട് നിലപാട് പറഞ്ഞിട്ട് എന്ത് ചെയ്യൂ, ഇലക്ഷനിൽ തോക്കൂ. കാരണം ഇലക്ഷനിൽ അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനും BJPക്കും ഒക്കെ കുറച്ച് ഗുണം കിട്ടുമല്ലോ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ ഒരു 48 മണിക്കൂർ കൊണ്ട് മറുകണ്ഠം ചാടാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ അതിപ്പോഴും CPM ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPMൻ്റെ അണികളും അനുഭാവികളും പ്രവർത്തകരും അതുപോലെ തന്നെ സാധാരണ മെമ്പർമാരോടുമൊക്കെ തന്നെ കൃത്യമായി CPMന് മറുപടി പറയേണ്ടി വരും. കാരണം ഈക്വാലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങളെന്ത് പിന്തിരിപ്പൻ നയമാണ് എടുത്തത് എന്ന് ബ്രാഞ്ച് മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ചോദിക്കുന്ന നേതാക്കന്മാർ ആ പാർട്ടിക്കകത്ത് ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത്തരത്തിലുള്ള പ്രത്യാശകളിലൂടെയും പ്രതീക്ഷകളിലൂടെയുമാണ് കേരളം മുന്നോട്ട് നയിക്കുന്നത്. അല്ലാതെ അവരെ കൂടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാതാക്കാൻ വേണ്ടി ചില മാധ്യമ പ്രവർത്തകരും ചില രാഷ്ട്രീയക്കാർ പറയുന്നത് പിന്നെ അവർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ മാധ്യമ പ്രവർത്തകരൊക്കെ
ഈ കാര്യത്തിൽ CPM-നെ മാത്രമായി കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഏറ്റവും ഒടുവിൽ നിലപാട് മാറ്റുന്നവരായി മാറാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും മെറിറ്റ് അവർക്കുണ്ടെന്നാണ്. ബാക്കിയുള്ളവരെയൊക്കെ സംബന്ധിച്ചോളം അഖിലേന്ത്യാ നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് വേറൊരു നിലപാടാണ്, കേരളത്തിലെ കോൺഗ്രസിന് വേറൊരു നിലപാടാണ്, RSSന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് വേറൊരു നിലപാടാണ്, ഇവിടുത്തെ BJPക്ക് വേറൊരു നിലപാടാണ് എന്ന് പറഞ്ഞാൽ തൽക്കാലം വോട്ട് കിട്ടാനുള്ള നിലപാടുകളിലേക്ക് ഇവരെല്ലാം എത്തിച്ചേരുമ്പോൾ നിങ്ങൾ CPM മാത്രം എത്തിച്ചേരരുതെന്നും CPM അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് ജനങ്ങളെ താൽക്കാലികമായ നേട്ടം പ്രതിപക്ഷത്തിനുണ്ടാകാൻ സഹായിക്കണം എന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിൽക്കുമ്പോൾ അതിൻ്റെ തന്ത്രപരമായ സമീപനങ്ങൾ കൂടി എടുക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് CPM ആണെങ്കിലും ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും.